Dear students, welcome to a new class on trigonometry. നമ്മൾ sine value of an angle, cos value of an angle, tan value of an angle. There are three trigonometric ratios. ഒരു ആംഗിളിൻ്റെ സൈൻ വാല്യൂ എന്താണ്, കോസ് വാല്യൂ എന്താണ്, ടാൻ വാല്യൂ എന്താണ്. We have learned, we have discussed. ഞാനിവിടെ ടാൻ വാല്യൂ ഉപയോഗിച്ചിട്ടുള്ള ഏതാനും പ്രോബ്ലംസ് ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ടാനാണ് നമ്മൾ ഇന്ന് പ്രയോഗിക്കുന്നത്. ആദ്യം ടാൻ വാല്യൂ ഓഫ് ആൻ ആംഗിൾ എന്താണെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മാക്കുകയാണ്. ശ്രദ്ധിക്കുക. ഹിയർ ഐ ആം ഡ്രോയിങ് എ റൈറ്റ് ട്രയാങ്കിൾ. Okay, in that one we will discuss what is tan value of an angle. See, here I am drawing a right angle triangle and this angle is 90 degree. And so here an angle is there. This angle, let us suppose as x degree is that. Therefore this will be 90 minus x. That angle will be 90 minus x. Now let us name the triangle by ABC. Now from the triangle tan x is equal to tan value of the angle x. ഇതേ ആംഗിളുള്ള എക്സ് ഡിഗ്രി ആംഗിളുള്ള ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ഈ ട്രയാങ്കിളായിട്ട് സിമിലർ ആയിരിക്കും. ടാൻ വാല്യൂ ഓഫ് ആൻ ആംഗിൾ ഈസ് ഈക്വൽ ടു ദി if we consider right triangle with one angle x degree, the side against to that x degree, in the figure it is BC, divided by the adjacent side of x degree, that is AB. BC by AB, ഇതാണ് ടാൻ വാല്യൂ ഓഫ് ആൻ ആംഗിൾ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി ഇങ്ങനത്തെ ആംഗിൾസിൻ്റെ സൈൻ കോസ് ടാൻ വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ടാൻ വാല്യൂ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സൈൻ വാല്യൂ ഓഫ് ആൻ ആംഗിൾ ബൈ കോസ് വാല്യൂ ഓഫ് ആൻ ആംഗിൾ ഈസ് ഈക്വൽ ടു ടാൻ വാല്യൂ ഓഫ് ആൻ ആംഗിൾ. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ട്രയാങ്കിളിൽ നിന്ന് tan value of this angle mean it is the opposite side of this angle, that is BC, divided by the adjacent side of this one, that is AB. BC by AB ആണ് tan value of the angle x എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. See the first question. Read the question. One angle of a rhombus is 50 degree and the larger diagonal is 5 centimeters. What is its area? Here a rhombus is given. Its one angle is 50 degree and the larger diagonal is 5 centimeters. Find its or what is its area. എന്താണ് നമ്മൾ ചെയ്യേണ്ടി വരിക? നമുക്ക് ഫിഗർ വരക്കാം. It is a rhombus. Its one angle 50 degree and diagonal, larger diagonal is 5 centimeter. Here I am drawing a rough figure of this rhombus. See, let this be the rhombus. It is said its one angle is 50 degree. ഈ ആംഗിൾ 50 ഡിഗ്രി ആണെന്ന് സപ്പോസ് ചെയ്യാം. ദി ലാർജർ ഡയഗണൽ, അപ്പോൾ ഇതായിരിക്കും ലാർജർ ഡയഗണൽ. ഓക്കെ, ദാറ്റ് അതെല്ലാം നമുക്ക് വരച്ച് രണ്ട് ഡയഗണൽ നമുക്ക് വരച്ച് വെക്കാം. സി, അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ആംഗിൾ 50 ആണ് തന്നുകൊണ്ട് ദിസ് ടോട്ടൽ ആംഗിൾ ഇസ് 50 ഡിഗ്രി. ദെയർഫോർ വി നോ ദിസ് ഡയഗണൽ ബൈസെക്ട് ദിസ് ആംഗിൾ മീൻ ഹിയർ ദിസ് ആംഗിൾ വിൽ ബി 25 degree. This will be 25 degree. This will be 25. It is said this much length is 5 centimeter. Therefore, its half will be 2.5 centimeter. We know the diagonals of a rhombus are mutual perpendicular bisectors. If we name the rhombus as A, B, C, D, and the meeting point of the diagonal by O. റോംബസിൻ്റെ പ്രത്യേകതയാണ് ഡയഗണൽസ് bisects each other. മാത്രമല്ല they are perpendicular bisectors, mean here the angle will be 90 degree. This will be 90 degree. We need to find out the area of the rhombus. റോംബസിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡും അതിലേക്കുള്ള ഹൈറ്റും കിട്ടിയാൽ BH എന്നുള്ള പാരലോഗ്രത്തിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയും പറ്റും. ഇനി അല്ലെങ്കിൽ റോംബസിനായിട്ട് സ്പെഷ്യലായിട്ടുള്ള ഫോർമുലയാണ് ഹാഫ് D1 D2, where D1 and D2 are the diagonals of the rhombus. Okay, now from this right angled triangle, say here this one is a right angled triangle. Triangle AOB is right angled triangle. Triangle AOB is right angled.
റൈറ്റ് ആംഗിൾഡ് അങ്ങനെ ഉള്ളത് കൊണ്ട് വി നീഡ് ടു ഗെറ്റ്, നമുക്ക് ഇത്ര ലെങ്ത് 5 ആണെന്ന് അറിയാം, ഇതും കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ അപ്ലൈ ദി ഫോർമുല ഹാഫ് d1 d2. അപ്പം അതിന് ഇതിൻ്റെ ഹാഫ് കിട്ടിയാലും മതി, ഇത് കിട്ടിയാലും മതി, ഈ ലെങ്ത് കിട്ടിയാൽ മതി. വി നീഡ് ടു ഗെറ്റ് ദിസ് ലെങ്ത് ഒ ബി. ഫ്രം ദിസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വി വിൽ ഗെറ്റ് ദാറ്റ് ലെങ്ത് ഒ ബി. ഇറ്റ്സ് വൺ ആംഗിൾ ഈസ് നോൺ. When we consider this angle, its opposite side we want to get, its adjacent side is there. Therefore, which is the trigonometric ratio that connects opposite side of an angle and adjacent side of the same angle? Opposite side and adjacent side, that ratio, that connection made by tan value of an angle. Therefore, here we need to apply tan 25. Therefore, tan 25 from the figure we see it is OB, opposite side of 25 degree angle OB, by adjacent side of 25 degree angle it is 2.5. Therefore OB will be equal to 2.5 into tan 25. OB is equal to 2.5 into tan 25. Now OB is the OB in the length. Therefore BD will be what? BD will be 2 times of 2.5 into tan 25. ഓക്കെ, ഈ ടോട്ടൽ ലെങ്ത്തിൻ്റെ ഹാഫാണ് ഇതിന് കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേത് കിട്ടാൻ ഡബിൾ ചെയ്യണം എന്നർത്ഥം. 2 times 2.5 ഇറ്റ് ഈസ് 5 into tan 25. Now we know the formula to find out the area of a rhombus. Area of the rhombus is equal to area of the rhombus is equal to area of the rhombus. റോംബസിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല നമ്മൾ 8th സ്റ്റാൻഡേർഡ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഹാഫ് d1 d2. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു d1, it is 5 centimeter long larger diagonal, into d2. dt is 5 into tan 25, the other diagonal, 5 into tan 25. And so we will get all the answer. What about tan 25? To get that one, we have to go to table. In the table, let us take this one is the table. Their sine, cos, tan values are listed with angles along this way. Tan value ഈ കോളത്തിൽ നമ്മൾ നോക്കേണ്ടത് വിത്ത് ഓഫ് വിച്ച് ആംഗിൾ? 25 degree angle. It is 0.4663. Okay. Now come back to the question. It is, let us write it, half into 25 into the value that we have found, it is 0.4663. 0.4663. Let us write that one. 0.4663 or simply 0.46. That's enough. അത്ര എഴുതേണ്ടതേ ഉള്ളൂ. 0.46 by 2. That's equal to 25 into 0.46 when divided by 2, it will be 0.23. 0.23. Okay, and multiply that one. 25 into 23. On multiplication, 3 into 5 will be 15. 3 into 2 will be 6 plus 1 7. 2 into 5 10. 1 is there. 2 into 5 is there. 575. Now 2 decimal places. 5.75. Since it is diagonal 5 centimeters. Diagonal is given in centimeter. Therefore, the area will be in centimeter square. 5.75 centimeter square will be the area of this rhombus. Okay, I think that you have understood. You can write such a question and this figure and this explanation in your notebook. Now let us go to next problem. Read the question. A ladder leans against a wall with its foot 2 meters away from the wall and the angle with the floor 40 degree. How high is the top end of the ladder from the ground? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫിഗറിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫിഗർ വരച്ച് വെക്കണം. വെനെവർ വി നീഡ് ടു ഡ്രൂ പ്രോബ്ലംസ് ഫ്രം ട്രിഗണോമെട്രി,
we are needed to draw a figure accordingly. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫിഗർ നമ്മൾ വരച്ച് വെക്കണം. ഹിയർ എ ലാഡർ ഇസ് ദർ. ലാഡറായിട്ട് കൃത്യം കാണിക്കൊന്നും വേണ്ട, ഒരു ലൈനോട് സൂചിപ്പിച്ചാൽ മതി. ലീൻസ് എഗെയിൻസ്റ്റ് എ വാൾ, ഒരു ചുമരിൽ ചാരി വെച്ചിട്ടുണ്ട്. വിത്ത് ഇറ്റ്സ് ഫുട്ട് 2 meters അവേ ഫ്രം ദി വാൾ. അപ്പോൾ ചുമരിൽ നിന്ന് 2 meter അകലെയാണ് അതിൻ്റെ ഫൂട്ട് നിലകൊള്ളുന്നത്. ആൻഡ് ദി ആംഗിൾ വിത്ത് ദി ഫ്ലോർ ഇറ്റ് ഈസ് 40 degree. ഹൗ ഹൈ ഈസ് ദി ടോപ്പ് എൻഡ് ഓഫ് ദി ലാഡർ ഫ്രം ദി ഗ്രൗണ്ട്? ദറ്റ് ഇസ് ദി ക്വസ്റ്റ്യൻ. അപ്പം നമ്മളൊരു ഫിഗർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചുമര് വാൾ നിലവുമായിട്ട് പെർപെൻഡിക്കുലറിലാണ് നിൽക്കുക. സി ഹിയർ ദി കറസ്പോണ്ടിങ് ഫിഗർ വിൽ ബി ലൈക്ക് ദിസ്. ഞാൻ പറയുന്നത് ഇതാണ്, ഇത് നിലം, ഇത് നിലത്തെ സൂചിപ്പിക്കുകയാണ്. ദിസ് വൺ ഈസ് എ വാൾ. ആ വാളിലേക്ക്, ആ ചുമരിലേക്ക് എ ലാഡർ ഈസ് ലെയിൻഡ്. അപ്പോൾ കൃത്യമായിട്ട് ലാഡറിൻ്റെ ടോപ്പ് തന്നെ ഇതിൻ്റെ ഈ വാളിൻ്റെ മുകളിൽ അവസാനിക്കുന്നുണ്ടോ, അതല്ല ഈ ലാഡറിന് ഇനിയും അങ്ങോട്ട് നീങ്ങി പോകാം, എക്സ്റ്റെൻഡ് ആയി പോകാം, അതായത് ഇങ്ങനെ നിൽക്കാം. അത് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഏതെങ്കിലും ചോദ്യത്തിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട്, അപ്പോൾ ഹൗ ഹൈ ഈസ് ദി ടോപ്പ് ഓഫ് ദി എൻഡ് ഓഫ് ദി ലാഡർ എന്ന് പറയുമ്പം ടോപ്പ് ഇവിടെ ആയി പോകും. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇനി നീളം ഉണ്ടാകായിരുന്നു, അല്ലെങ്കിൽ നീളം കുറയായിരുന്നു. അപ്പം നമ്മൾ ഫിഗർ തൽക്കാലം ഇവിടെ അവസാനിച്ച പോലെ തന്നെ സപ്പോസ് ചെയ്യണം. ഇങ്ങനെ തന്നെ ഉള്ളൂന്ന് സപ്പോസ് ചെയ്യാം. ഫിഗർ ഇവിടെ തന്നെ ഉള്ളൂന്നാണ് നമ്മളുടെ അസംഷൻ. ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിക്കുക. നമുക്കറിയാം ദിസ് ആംഗിൾ ഇസ് 90 degree ബിക്കോസ് ദി വാൾ ഓൾവേസ് സ്റ്റാൻഡ് 90 degree വിത്ത് ഫ്ലോർ. ഫ്ലോറുമായിട്ട് 90 degreeയിൽ നിൽക്കണം ചുമര്, അല്ലെങ്കിൽ അത് തകർന്നു പോകും. ഓക്കെ, ലെറ്റ് us നെയിം ദി ട്രയാങ്കിൾ ബൈ എ ബി സി. ഹിയർ എ സി represents the ladder, AB is the floor and BC is the wall. This ladder is leaned on the wall. It is said the foot of the ladder, that is this one is the ladder, its foot is this one. It is 2 meters away from the wall. That means from here 2 meter away is this one. This much length is 2 meter. Okay, and the ladder make a 40 degree angle with the floor. That means ladder, this one make a 40 degree angle with the floor, mean this one is the floor, this one is the ladder. Angle here is this angle is 40 degree. അതാണ് 40 degree എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ഒരു ഫിഗർ വരച്ച് വെക്കണം. നൗ സീ ദി ട്രയാങ്കിൾ. ഫ്രം ദി റൈറ്റ് ട്രയാങ്കിൾ വി നീഡ് ടു at what, how high is the top end of the ladder from the ground? That is this much length, this much height we want to get. When we consider this right triangle, from right triangle ABC, from right triangle ABC, നമുക്ക് എന്ത് പറയാം? When we consider this angle, we need to get its opposite side. To this angle, its adjacent side is known. Therefore, which is the trigonometric ratio that connects opposite side of an angle and adjacent side of an angle? We know it is tan value. അപ്പോൾ കിട്ടേണ്ടത് ഓപ്പോസിറ്റ് ആണ്. ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം കിട്ടേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്. അവിടെ നോൺ ആയിട്ടുള്ളത് അറിയുന്നത് അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പം നോണും നമ്മൾക്ക് ഗിവണും തമ്മിലുള്ള ഇത് കണക്ട് ചെയ്യിപ്പിക്കുന്നത് ടാൻ വാല്യൂ ആണ്. Therefore we need to get tan 40. Tan 40 is equal to, it is BC, that is the height of the top end of the ladder from the ground, divided by AB. Okay, that's equal to what about BC? That we don't know. What about AB? AB is 2 meter. Then on cross multiplication, 2 into tan 40 will be BC. In other words, BC, the height of the ladder, top of the ladder from the floor, BC is equal to 2 into tan 40. That's equal to 2 into what about tan 40? Tan 40 എങ്ങനെ കിട്ടും? For that we have to go to table. Tan 40 here, tan 40 here, 40 degree. This one is the tan value 0.8391. നമുക്കത് 0.839 ഉള്ളതുകൊണ്ട് നമുക്ക് 0.84 ആയിട്ട് എടുക്കാം. 0.84. Let us take it as 0.84. 0.84. That's equal to, ഇത് 2 into 4 8, 2 into 8 16. Therefore 1.68 meter. This much height is there. That means the
top end of this ladder is at 1.68 meter from the ground. You can write such a question and this figure and this much explanation in your notebook. Now let us go to next problem. Read the question. In the picture, the vertical lines are equally spaced. These are the vertical lines. They are equally spaced, mean the gap between them are equal. Prove that their heights are in arithmetic sequence. We need to find out, or we need to prove these lines are in arithmetic sequence, mean their heights are in arithmetic sequence, mean if we write their heights in numbers, that numbers must be in arithmetic sequence. If they are in arithmetic sequence, there will be a common difference that we need to find out. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റുകളെ നമ്മൾ H1, H2, H3 എന്ന് ഡിനോട്ട് ചെയ്യുക. നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫിഗറിനൊന്ന് മാറ്റി വെച്ചിട്ട് അതിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ലെറ്റ് ദിസ് ഹൈറ്റ് ബി H1 ആൻഡ് ദിസ് ബി H2, ദിസ് ബി H3 എക്സെട്ര ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മൾ ആൻസറിൽ അത് മാർക്ക് ചെയ്യുക. ഇഫ് H1, H2, H3 എക്സെട്ര ആർ ദി ഹൈറ്റ്സ്, ഹൈറ്റ്സ് അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസിനെ ഞാൻ ഒരു വേരിയബിൾ കൊണ്ട് സപ്പോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസിനെ ഞാനൊരു എ എന്ന് വിളിക്കാം. സപ്പോസ് ദാറ്റ് വൺ ഈസ് എ. ദീസ് പെർപെൻഡിക്കുലർ ലൈൻസ് ആർ ഈക്വലി സ്പേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെയർഫോർ ദാറ്റ് ഈക്വൽ സ്പേസ് ലെറ്റ് us denote it by, നമുക്ക് അവിടെ നമ്പറൊന്നുമില്ല, വേരിയബിൾ നമുക്ക് ഇഷ്ടമനുസരിച്ച് കൊടുക്കാം. ദി ഡിസ്റ്റൻസ് ബി ഡി, അതായത് ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഡി ആയിരിക്കും. ഈ ലാസ്റ്റ് ഡിസ്റ്റൻസും ഡി ആയിരിക്കും. അങ്ങനെ ഇനി എത്ര ലൈൻസ് ഇവിടെ പെർപെൻഡിക്കുലർ ഈക്വൽ സ്പേസിൽ വരച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് ഡി. ഫ്രം ദി ഫസ്റ്റ് സ്മോളർ ട്രയാങ്കിൾ, നമുക്ക് ഒരു ആംഗിൾ ഇവിടെ ഉണ്ട്. ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഹൈറ്റിനെ നമ്മൾ പറയുകയാണ്. ഓക്കെ, ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനാണ് പറയുന്നത്. അഡ്ജസൻറ്റ് സൈഡിനെ നമ്മൾ വേരിയബിളോട്ട് സപ്പോസ് ചെയ്യുന്നുണ്ട്. ഫ്രം ദി ഫസ്റ്റ് സ്മോളർ ട്രയാങ്കിൾ, ഫ്രം ഫസ്റ്റ് ട്രയാങ്കിൾ, ആദ്യത്തെ ട്രയാങ്കിൾ നമുക്ക് എന്ത് പറയാം? tan 40 is equal to, look at the figure, and tan 40 is equal to H1, opposite side of 40 degree, H1 by A. Therefore H1 is equal to A into tan 40 എന്ന് പറയാലോ. A into tan 40. H1 is equal to, on cross multiplication, it is A into tan 40. ഇനി ഫ്രം സെക്കൻഡ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എന്താ പറയാം? ഫ്രം സെക്കൻഡ് ട്രയാങ്കിൾ, അവിടെ നിന്നും tan 40 പറയാലോ. സെക്കൻഡ് ട്രയാങ്കിൾ, ഫ്രം സെക്കൻഡ് ട്രയാങ്കിൾ tan 40. സെക്കൻഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ട്രയാങ്കിൾ, ഇതാണ്. ഓക്കെ, ഈ ട്രയാങ്കിളിൽ നിന്നും tan 40, ഈ ട്രയാങ്കിൾസ് എല്ലാം സിമിലർ ആണ്. അപ്പോൾ tan 40ക്ക് ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ടാവുള്ളൂ. ഇതാണ് ആ ട്രയാങ്കിൾ. അപ്പോൾ അതിൻ്റെ tan 40 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ്, ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദാറ്റ് 40 ഡിഗ്രി ആംഗിൾ, ഇറ്റ് ഈസ് H2 ആണ്. ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ A+D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് അതിൽ നിന്ന് H2 എന്താണെന്ന് പറയാം? A+D ഇൻറ്റു tan 40. A+D ഇൻറ്റു tan 40. A+D ഇൻറ്റു tan 40 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? A tan 40 പ്ലസ് D tan 40 എന്ന് പറയാം. A tan 40 പ്ലസ് D tan 40 എന്ന് പറയാം, അല്ലേ? എന്ന പോലെ ഫ്രം തേർഡ് ട്രയാങ്കിൾ, മൂന്നാമത്തെ ട്രയാങ്കിളിൽ നിന്ന് ഇതേപോലെ നമുക്ക് എന്താ പറയാം? tan 40 എന്ന് പറയുന്നത്. എല്ലാ ട്രയാങ്കിൾസും സിമിലറാണ്. മൂന്നാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇതുവരെയുള്ള ഈ ട്രയാങ്കിൾ ഇത് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഫ്രം ദിസ് ട്രയാങ്കിൾ നമുക്ക് എന്താ പറയാം? tan 40 എന്ന് പറഞ്ഞാൽ അവിടെയുള്ള H3 ബൈ ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്. അതെന്തായിരിക്കും? ഇറ്റ് ഈസ് A+2D ആണ്. A+D എന്ന് പറയുമ്പോൾ A+2D. Therefore H3 is equal to A+2D into tan 40. A+2D into tan 40. That is A tan 40 plus 2D tan 40. 2D tan 40 etc. ഓക്കെ, ക്ലിയർലി. അപ്പോൾ നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ നമുക്ക് പറയാലോ, എന്ത് പറയാം? A tan 40
Okay. Prove that their heights are in arithmetic sequence. A tan 40 ഇതാണ് ഫസ്റ്റത്തെ ഹൈറ്റ്. A tan 40 എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തത് എന്തായിരിക്കും? A tan 40 പ്ലസ് D tan 40. A tan 40 പ്ലസ് D tan 40, മൂന്നാമത്തതിൻ്റെ ഡിസ്റ്റൻസ് A tan 40 പ്ലസ് 2D tan 40. A tan 40 പ്ലസ് 2D tan 40. They are all in the form of ഇതുപോലെ ഒരു എ പോലെ. എ, ദിസ് വൺ ഈസ് എ, അഗെയിൻ സെക്കൻഡ് ടേം എ പ്ലസ് ഡി, തേർഡ് ടേം ദി സെയിം എ. ഇവിടെ എ ആയിട്ട് എടുക്കണം ഇത്രയാണ്, അതെന്നെ ഇവിടെയും പറ്റും. എ പ്ലസ് ഡി ടാൻ 40 ഡി ആയിട്ട് എടുക്കുകയാണ്. എ പ്ലസ് ഡി ഹിയർ എ പ്ലസ് 2d. ഓക്കെ, ഈസ് ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്, ഈസ് ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പം നമ്മൾ പറഞ്ഞത് ദി ഹൈറ്റ്സ് ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ആൻസർ എത്തി. പ്രൂവ് ദി കോമൺ ഡിഫറൻസ്, ഓർ വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു or CD simply is equal to D tan 40. Okay, D tan 40 is the common difference. ഈ ഹൈറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ഗ്യാപ്പാണോ ഉള്ളത് അതിൻ്റെ tan 40 ആയിരിക്കും, D ഇൻറ്റു tan 40 ആയിരിക്കും. ഈ ഓരോ ഇതും തമ്മിലുള്ള ഡിഫറൻസ്, ഇതും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ദറ്റ് ഈസ് D tan 40. You can write such a question, and to answer it you can redraw the figure there again in your notebook. In that figure you can mark H1, H2, H3 like that. In the question figure itself don't mark all these H1, H2, H3 and A, D like that. Okay, you have to redraw again this figure. In that figure you can write all these things. Okay, then write these notes in your notebook. Now let us go to one more problem. After that let us have the homework. See, read the question. One side of a triangle is 6 centimeters and the angles at its ends are 40 degree and 65 degree. Calculate its area. One side and two angles on that side is given. One angle is 40 degree, other is 65 and its one side is 6 centimeters. 6 centimeter സൈഡിലുള്ള ആംഗിൾസ് ആണ് 40യും 65യും. അപ്പോൾ നമുക്കൊരു റഫ് ഫിഗർ വരച്ച് വെക്കാം. ഓക്കെ, ഇതേപോലെ ഈ ആംഗിൾ ഇത് 6 സെൻറ്റിമീറ്റർ ലോങ് ലൈനാണ്. ലെറ്റ് ദിസ് ബി 40 ഡിഗ്രി, ദിസ് വൺ ഈസ് 65 ഡിഗ്രി. ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഏരിയ പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് ദിസ് വൺ ഈസ് ദി ബേസ്, ദി പെർപെൻഡിക്കുലർ ഫ്രം ദിസ് വെർട്ടെക്സ് ടു ദിസ് സൈഡ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. അതും കൂടി കിട്ടിയേക്കുകയാണെങ്കിൽ നമുക്ക് ഏരിയ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ നമുക്ക് വരച്ച് വെക്കാം. അവിടെ നമുക്ക് ട്രയാങ്കിളിനൊരു പേര് കൊടുക്കാം. ലെറ്റ് ABC be the triangle, ABC be the triangle, and CD be the perpendicular drawn from C to the side AB. Here it is 90 degree. This angle let us suppose it as 40 degree. Angle B let us suppose it as 65 degree. Now നമുക്ക് ഹൈറ്റ് എന്താണെന്ന് അറിഞ്ഞൂടാ. CD let it be H like that. H എന്ന് കൊടുക്കാം. Now the distance from A to D we know it is 6. A to B, A മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്. A മുതൽ D വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിഞ്ഞൂടാ. ലെറ്റ് ഇഫ് വി സപ്പോസ് ദാറ്റ് 1/x, ദിസ് ലെങ്ത് വിൽ ബി 6 മൈനസ് എക്സ്. ഓക്കെ, ഇതിനെ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ഇതിനൊരു എക്സ്, ഇത് നമുക്ക് അറിഞ്ഞൂടാ അപ്പോൾ എന്താണെന്നുള്ളത്. ഇതിനൊരു എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി 6 മൈനസ് എക്സ്. നമ്മുടെ ഉദ്ദേശം ഈ ഹൈറ്റ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിൽ നിന്ന്, ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളിൽ നിന്ന് tan 40 ഉപയോഗിച്ചിട്ട് എച്ച് എന്താണെന്ന് പറയാം. ഈ ട്രയാങ്കിളിൽ നിന്ന് tan 65 ഉപയോഗിച്ചിട്ടും എച്ച് എന്താണെന്ന് പറയാം. രണ്ടിൽ നിന്ന് നമ്മൾ എച്ചിനാണ് പറയണത് എന്നുള്ളതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന എക്സ്പ്രഷൻസ് ഈക്വൽ ആണ് എന്ന് സപ്പോസ് ചെയ്യുക. വി വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് എക്സ്. ഞാൻ പറയാം. ഇവിടുന്ന് നമ്മൾ സപ്പോസ് ചെയ്തത് ലെറ്റ് CD is equal to H and AD is equal to X. അങ്ങനെ ഒന്നിന് എക്സ് എന്ന് കൊടുത്തത് then BD is equal to 6 minus X. അപ്പോൾ ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ADB, ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ADB, look at the figure ADC, look at ADC. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ADC എന്ത് പറയാം?
tan 40 is equal to h by x എന്ന് പറയാം. Therefore h is equal to x into tan 40 എന്നും പറയാം. ശരിയല്ലേ? അതേപോലെ ഫ്രം right triangle which triangle next? BDC tan 65 is equal to tan 65 we can tell it is h by 6 minus x. Therefore h is equal to 6 minus x into tan 65. 6 minus x into tan 65. Here, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ട്രയാങ്കിളിൽ നിന്നും h എന്താന്ന് പറഞ്ഞു, ഈ ട്രയാങ്കിളിൽ നിന്നും h എന്താന്ന് പറഞ്ഞു. ആൻഡ് സോ ദീസ് ടു ഷുഡ് ബി ഈക്വൽ. അപ്പോൾ എക്സിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും, എക്സ് ഉള്ള ഒരു ഇക്വേഷൻ കിട്ടും. വി വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് എക്സ് കിട്ടിക്കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് എച്ച് ഓൾസോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? എക്സ് tan 40 ഈസ് ഈക്വൽ ടു 6 മൈനസ് എക്സ് ഇൻറ്റു tan 65 എന്ന് പറയാം. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു tan 40. ഇവിടെ ഒരു എക്സ് tan 40ൽ ഒരു എക്സ് ഉണ്ട്. ഈ മൈനസ് എക്സ് ഇൻറ്റു tan 65 നമ്മൾ ഈ സൈഡിലേക്ക് എടുക്കുക. ദിസ് tan 65 ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ടേമിന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 6 ഇൻറ്റു tan 65 ഉണ്ടാവും, മൈനസ് എക്സ് ഇൻറ്റു tan 65 ഉണ്ടാവും. അപ്പോൾ മൈനസ് എക്സ് ഇൻറ്റു tan 65 ഈക്വൽ ടു സിമ്പറിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് ആകും. അതിലുള്ള എക്സ് നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ ബാക്കി അവിടെ പ്ലസ് tan 65. ഞാൻ സ്റ്റെപ്പ് കുറച്ചതാണ്, എനിക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പ്രതീക്ഷിക്കണം. ഇൻറ്റു 6 tan 65 ചെയ്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? tan 65 ഇൻറ്റു 6 അതാണ് എഴുതിയത്. അത് ഈക്വൽ ടു സിമ്പറിൻ്റെ അവിടെ തന്നെ മൈനസ് എക്സ് ഇൻറ്റു tan 65 ഉണ്ടാവും ഇവിടെ. അതിനെ നമ്മൾ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് എക്സ് ഇൻറ്റു tan 65 ആവും. ആ എക്സ് ആണ് പുറത്ത് നിൽക്കുന്നത്. Therefore x is equal to, ഇവിടുന്ന് x is equal to എന്താന്ന് പറയാലോ? x is equal to 6 into tan 65 divided by tan 40 plus tan 65. tan 40 plus tan 65. Now x is there. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ടേബിളിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ ഈ x എന്താണെന്ന് മനസ്സിലായി. You see, therefore x is now there. Now what about h? h is equal to x into tan 60 എന്നുള്ളതിനെ ഇനി അപ്ലൈ ചെയ്താൽ മതി. Therefore h is equal to x into എന്ന് പറയുമ്പം എക്സിൻ്റെ വാല്യൂ ഇത്രയുണ്ട്, അത് എഴുതണം. 6 into tan 65 divided by tan 40 plus tan 65 in the new denominator. Therefore h is equal to x into, ആ x into എന്ന് പറഞ്ഞതിലുള്ള x ആണ് ഇപ്പോൾ എഴുതിയത്, ഇൻറ്റു tan 40 എന്ന് ബാക്കി പറയാണ്ട്, ഇൻറ്റു tan 40 ഇവിടെ തന്നെ പറഞ്ഞാൽ മതി, ഇൻറ്റു tan 40. അതാണ് h. ഓക്കെ, ആ എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? എച്ചിനെ 6 into what about tan 65 into tan 40? tan 65ഉം tan 40 ഒക്കെ നമുക്ക് ടേബിളിൽ നോക്കി കണ്ടെത്താം. tan 65 see 65 degree angle. tan 65 it is 2.14 ആണ് tan 65. 2.14. what about tan 40? tan 40 നമുക്ക് വേണമല്ലോ. tan 40 is 0.8391. അത് നമുക്ക് 0.84 ആക്കി എടുക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്, 0.84 ആക്കി എടുക്കാം. ദാറ്റ് വാല്യൂസ് ലെറ്റ് us substitute there. ഓക്കെ, നമുക്ക് അതിനവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 into tan 65 പകരം 2.14 ഇൻറ്റു tan 40ക്ക് പകരം 0.84 divided by tan 40 it is 0.84 plus 2.14. ഓക്കെ, എച്ച് ആണ് ഈ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് കാൽക്കുലേറ്റ് ഏരിയ, ഇതിൻ്റെ ഏരിയയാണ് വേണ്ടത്. 1/2 into 6 into this one അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു, therefore area is equal to
area is equal to half BH is equal to half into, what about B? B, there it is 6 into H. H means this much things is to be written. 6 into 2.14 into 0.84 all divided by 0.84 plus 2.14. If in the exam, if such a question is asked, you can stop if you got to get such a step. ഇങ്ങനെ സ്റ്റെപ്പ് എത്തിയാൽ നിങ്ങൾക്ക് അവിടെ നിർത്താം. ഇനിയും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകേണ്ടതുള്ളൂ. ഇവിടെ ഈ 2 ഡെസിമൽ ആഡ് ചെയ്യണം, ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. And so I think the remaining part is left to you. If you are interested, you can proceed. എക്സാമിന് നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ ബാക്കി അന്നേരം ചെയ്യരുത്. Whenever you get at last time, only you need to take this one again. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ചോദ്യം എഴുതിയിട്ട് ഈ ചിത്രവും വരച്ചിട്ട് ദീസ് മച്ച് സ്റ്റെപ്സ് ഷുഡ് ബി റിട്ടൺ ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, ഇത്രയും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇനി പറയാനുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഇനി ഒരു ഹോംവർക്കാണ് തരുന്നത്, ശ്രദ്ധിക്കുക. ഹോംവർക്ക് തരാണ്. നൗ ദിസ് വൺ ഈസ് ദി ഹോംവർക്ക് ഫോർ യു. 3 rectangles are to be cut along the diagonal and triangles are so got rearranged to form a regular pentagon as shown in the picture. If the sides of the pentagon are to be 30 centimeters, what should be the length and breadth of the rectangles? That means these 3 rectangles are cut along the diagonal and they are rearranged here to form a regular pentagon of side 30 centimeters. If such a regular pentagon is to be made, what should be the dimensions of these rectangles? These 2 rectangles are identical and this one is different. Okay, now just an introduction. See, when this one is cut along the diagonal and placed here, see, it is placed ഈ 2 പീസുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. We know this total angle of a pentagon is regular pentagon is 108 degree, and so this one is also 108 degree. We need to get what should be the length and breadth of this rectangle and what should be the length and breadth of these 2 rectangles also. Within the length and breadth പറയാൻ വേണ്ടിയിട്ട് from this triangle we have to get its sides. Okay, അപ്പോൾ ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം this much length is 30 centimeter because when we consider this regular pentagon, it is that its one side is 30 centimeter, mean its half will be 15 centimeter, mean this much breadth of this rectangle will be 15. Here we got it as 15. ഇത് 15 ആണെന്ന് മനസ്സിലായി. Now this one is the length of the rectangle. അപ്പോൾ അതിനെന്ത് കിട്ടണം? ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് അറിയാമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് കിട്ടാൻ നമുക്ക് ടാൻ പ്രയോഗിച്ചാൽ മതി. ഹൗ ക്യാൻ വി ഗെറ്റ് ദിസ് ആംഗിൾ? This total angle, how much is this angle? 108 degree is one angle of a regular pentagon. If this one is 108 degree, these 2 angles together will be 72. Okay, and so this one will be only 36. If this one is to be 36 and if this total angle is 108, this one 36 mean this will be again 72. Okay, idum oru 72 degree angle ആയി മാറും. And this will be a 72 degree angle. Its opposite side is to be obtained. Its adjacent side is known. You can apply tan. ഇതേ ചിന്തകൾ ഈ ട്രയാങ്കിളിനും കൊടുക്കുക. You will get all the sides of the rectangles. Okay, how it done as homework? Anyway, let us conclude here. Thank you all.